ഉപേക്ഷിക്കുകയില്ല. നബിതങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു, ഉപദേശിച്ചു, അവിടെ നിന്ന് ചിന്തിക്കുകയും ചെയ്തു. എങ്ങനെ ചിന്തിച്ചു? ഒരിക്കൽ മൂത്രമൊഴിച്ച് 2 അടി അപ്പുറത്ത് ശുദ്ധമായ വെള്ളമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മൂത്രമൊഴിച്ച് എഴുന്നേറ്റ് 2 അടി അപ്പുറത്ത് നല്ല ശുദ്ധമായ തഹൂറായ വെള്ളമുണ്ട്. അങ്ങോട്ട് എത്തുന്നതിന് മുൻപ് ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നബിതങ്ങൾ കല്ലുകൊണ്ട് മനോഹരം ചെയ്യുന്നു. കല്ലുകൊണ്ട് മനോഹരം ചെയ്യാം, അതിനുശേഷം വെള്ളം കൊണ്ടും കൂടി മനോഹരം ചെയ്യലാണ് ഏറ്റവും നല്ലത്. നിർബന്ധമായി കല്ലെടുത്തുകൊണ്ട് ചെയ്തു കൊള്ളണമെന്നൊന്നുമില്ല. വെള്ളം കിട്ടാതെയാകുമ്പോൾ നമുക്ക് കല്ലുപയോഗിക്കാം. ഒരവാന തറഫിൽ ബഹരി, സമുദ്രത്തിന്റെ വക്കത്താണെങ്കിലും കല്ലുപയോഗിക്കാം, അതിന് വിരോധമില്ല. നജസ് പോയാൽ മതി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പുറത്ത് വെള്ളമുണ്ടായിരിക്കെ കല്ലുകൊണ്ട് മനോഹരം ചെയ്തപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, വെള്ളമുണ്ടായിരിക്കെ തങ്ങൾ എന്തിനാണ് ഈ കല്ലുകൊണ്ട് മനോഹരിക്കുന്നത്? ആ വെള്ളം കൊണ്ടങ്ങ് ചെയ്താൽ പോരെ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, 2 അടി അപ്പുറത്തുള്ള വെള്ളത്തിന്റെ സമീപത്തേക്ക് ഞാൻ നടന്ന് എത്തുമെന്ന് എന്താണ് എനിക്ക് ഉറപ്പുള്ളത്? ഞാൻ അതിന്റെ മുമ്പ് മരിച്ചു പോയാൽ നജസോടുകൂടി മരിക്കേണ്ടി വരില്ലേ? ഞാൻ ഇവിടെ നിന്ന് പരമാവധി ശുദ്ധിയാക്കി എന്റെ ഹയാത്ത് അപ്പുറത്തേക്ക് എത്തുന്നത് വരെ നീണ്ടു കിട്ടിയാൽ, ഞാൻ മരിക്കാതെ ബാക്കിയായാൽ വെള്ളം കൊണ്ടും കൂടി ഞാൻ കഴുകി ശുദ്ധിയാക്കാം. നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയുക മാത്രമല്ല ചെയ്തത്, അവിടുന്ന് മരണത്തെക്കുറിച്ച് ചിന്തിച്ചു, അതെങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ മരണത്തെ സ്മരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അവരുടെ മൃദുലമായ ശരീരത്തിൽ, സ്വർണഭംഗിരമായ ശരീരത്തിൽ, അതാ അഴകാർന്ന ശരീരത്തിൽ ഈന്തപ്പന മട്ടലിന്റെ പാടുകൾ കാണുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, കിസ്റ രാജാവും കൈസർ ചക്രവർത്തിയും ഈ ലോകത്തിന്റെ താൽക്കാലിക രാജാക്കന്മാരാണ്. അവരതാ സുഖത്തോടുകൂടി, ആഡംബരത്തോടുകൂടി, എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുമ്പോ മുസ്തഫ നബി ലോകത്തിന്റെ നേതാവാണ്, ജിന്നുകളെ നേതാവാണ്, മനുഷ്യന്റെ നേതാവാണ്, അല്ല അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളുടെയും നേതാവാണ്, എല്ലാവർക്കും അനുഗ്രഹമായ നബിയാണ്. മുസ്തഫ നബി താൽക്കാലിക ലോകത്തിന്റെ നേതാവല്ല, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഈ രാത്രി കിടന്നുറങ്ങാൻ ഉപയോഗിച്ച ഈന്തപ്പന മട്ടലിന്റെ പാടുകൾ കാണുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ നബിയേ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തങ്ങൾക്കൊരു പഞ്ഞിയുടെ മെത്ത വിരിച്ചു തരാം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, മാലി വദുനിയാകും വമാ അന ഫീ ദുനിയാകും ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹത ശജറത്തിൻ സുമ്മ റാഹ അൻഹാ. ഉമറേ, നിങ്ങളുടെ ദുനിയാവ് എന്താണത്? ഞാനതൊന്നും പരിഗണിച്ചിട്ടില്ല, അതെന്റെ പ്രശ്നവുമല്ല, എന്റെ ചിന്തയുമല്ല. ഈ ദുനിയാവിനെ എങ്ങനെയാ കാണുന്നത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഈ ദുനിയാവ് ഞാനൊരു യാത്രക്കാരനെ പോലെയല്ലേ. ഈ യാത്രക്കാരൻ ദീർഘയാത്ര ചെയ്യുമ്പോ ക്ഷീണിച്ചുകൊണ്ട് വിശ്രമിക്കാൻ ഒരു മരത്തിന്റെ താഴെ ഇരിക്കുമ്പോൾ ആ മരത്തിന്റെ തണലാസ്വദിച്ചുകൊണ്ട് അവൻ അല്പസമയം സുഖമനുഭവിച്ച് ആ സ്ഥലത്തെയും വിട്ട് അവൻ മുന്നോട്ട് പോകുന്നത് പോലെ ഈ ദുനിയാവിൽ നിന്ന് പല ഘട്ടങ്ങളും എന്നിലൂടെ തരണം ചെയ്ത് മാറി മാറിപ്പോയി ഞാൻ ദുനിയാവിലെത്തി. അല്പസമയം ഇവിടെ വിശ്രമിക്കാൻ ഇറങ്ങിയതാണ്. ഇനി ഞാൻ മരിച്ചു കൊടുക്കേണ്ടവനാണ്. ഈ മരത്തിന്റെ താഴെയുള്ള തണലിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടവനാണ്. ആ മരത്തിന്റെ താഴെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഉമറേ, ഇവിടെ ഒരു പഞ്ഞിയുടെ മെത്ത വിരിക്കുമോ? ഇവിടെ സുന്ദരമായ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കെട്ടിടം നിർമ്മിക്കുമോ? ഉമറേ, അള്ളാഹുവിന്റെ റസൂല് കണ്ടോ, മരണത്തെ സ്മരിക്കണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് മരണത്തെ സ്മരിച്ചു. മരണത്തെ സ്മരിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമുണ്ടോ അതവിടുത്തെ ജീവിതത്തിൽ കാണുകയും ചെയ്തു. ഇതെന്നെ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് നിസ്കാരം ഖളാ ആക്കാൻ പറ്റില്ല. അവൻ ഖളാ ആക്കുകയില്ല, നോമ്പ് നഷ്ടപ്പെടുത്തുകയില്ല, ഗീബത്ത് പറയുകയില്ല, നമീമത്ത് പറയില്ല, തെമ്മാടിത്തരത്തിന്റെ സദസ്സുകളിൽ മുസൽമാന് കിട്ടുകയില്ല.
ജീവിക്കുകയില്ല. കാരണം എപ്പോഴും അവൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്. ഭൗതിക സുഖാഡംബരങ്ങളിൽ മുഴുകി അല്ലാഹുവിനെ മറന്നുകൊണ്ട് ആഖിറത്തിനെ മറന്നുകൊണ്ട് ജീവിക്കുകയില്ല. ഈ ഒരു ഫായിദ, ഇതിന്റെ ഒരു ഗുണം ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി